ഹായ് ഹലോ നമസ്കാരം. ഒമാൻ ഫ്രണ്ട്സ് ഓഫ് ഫാഷൻ്റെ പുതിയൊരു എപ്പിസോഡ്, പുതിയൊരു ഫ്രെയിമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പരിചയപ്പെടുത്തുന്നത് മഹജ് കേവ് ആണ്. Every single day, I'm gonna make something great. മഹജ് കേവ് ഇതുള്ളത് അമറാത്തിലാണ്. അമറാത്തിൻ്റെ ഉൾഭാഗത്തുള്ള ഒരു വാദി എന്ന് പറയാം, ഒരു മലനിര. അതിൻ്റെ മുകളിലായിട്ടൊരു കേവ് ഉണ്ട്, അതാണ് മഹജ് കേവ്. നമ്മളൊരു 4 സംഘം ഒരു 10-11 മണിയായപ്പോഴത്തേക്ക് യാത്ര തിരിച്ചു. ഒരുപാട് വലിയ വലിയ കല്ലുകളും മണ്ണുകളും ചെറിയ ചെറിയ ചെടികളുമൊക്കെ നിറഞ്ഞ ഒരു ദുർഘടമായ ഒരു വഴി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഒരു 2-2.5 കിലോമീറ്റർ ഉണ്ട് നടക്കാൻ. നമ്മുടെ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ 4 പേരും ഇങ്ങനെ നടന്നു തുടങ്ങി. ഗൂഗിൾ മാപ്പൊന്നും ഇല്ല, അവിടെ റേഞ്ചൊക്കെ വളരെ കുറവാണ്. ഒരു ഉദ്ദേശം വെച്ച് പോവുകയാണ്. എവിടെ വെച്ച് കാണുന്നു അവിടെ വെച്ച് നിർത്തുക. അതായത് അപ്പി പിടിച്ചൊക്കെ വലിഞ്ഞു പിടിച്ചൊക്കെ കയറി എന്തായാലും നമ്മൾ ദൗത്യം പൂർത്തിയാക്കാൻ വേണ്ടി ഇറങ്ങുകയാണ്. ഒരു പല പല വെറൈറ്റി കളറുകളും ഒക്കെയുള്ള കല്ലുകളാണ് ഇവിടെ ഉള്ളത്. ഒരു കുഞ്ഞുങ്ങൾ പോലും അവിടെ ഇല്ല, ഒരു വീടോ ഒന്നും തന്നെ അവിടെ ഇല്ല. അത് മഴയത്ത് നല്ല വെള്ളം ഒലിച്ച് വരുന്ന ഒരു ഏരിയയാണ് എന്ന് മനസ്സിലായി. അതങ്ങനെ അതിൻ്റെ ഇതൊക്കെ കാണാം. വേറൊന്നും തന്നെ അവിടെ ഇല്ല. അപ്പോൾ നമ്മൾ അടിച്ചു വിട്ട് പോവാണ്. ഇടയ്ക്കിടയ്ക്ക് കുറേ ഈ മുൾച്ചെടികളൊക്കെ ഒരുപാട് വളർന്നിട്ടുണ്ട്. പാറക്കൂട്ടങ്ങളാണ് മുഴുവനും. അതുകൊണ്ട് കയറി പറ്റാൻ അങ്ങ് നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ പറ്റുമെന്നൊന്നും അറിയില്ല. എന്നാലും നമ്മൾ കട്ടയ്ക്ക് ഇറങ്ങി പോവാണ്. ഒരു നല്ല ഒരു അനുഭവം എന്നൊക്കെ പറയാം. ട്രക്കിംഗ് ഒരു രക്ഷയില്ല. അത് ഇഷ്ടപ്പെടുന്നവർക്ക് വന്ന് ആസ്വദിക്കാൻ പറ്റിയ സ്ഥലമാണ് മഹജ് കേവ്. പേര് കേട്ടിട്ടേ ഉള്ളായിരുന്നു. ഇതെന്താണ് ഏതാണ് എന്നൊന്നും ആർക്കും അറിയില്ല. അപ്പോൾ അത് ഒരു കണ്ടുപിടുത്തം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അധികം ആൾക്കാരൊന്നും അവിടെ വരുന്ന ചാൻസ് ഇല്ല. കാരണം ഒരു കുപ്പി വെള്ളത്തിൻ്റെ ബോട്ടിലോ ഒന്നും തന്നെ അവിടെ കാണാനില്ല. വളരെ നീറ്റാണ്. അതിന് ഈ വെള്ളമൊക്കെ വന്ന് ഒലിച്ച് പോയോന്നറിയില്ല. പക്ഷേ അധികം ആൾക്കാരൊന്നും പോകാത്തൊരു സ്ഥലമായിട്ട് തന്നെ തോന്നിയത്. ഏതായാലും വച്ച് വിട്ട് നടക്കുകയാണ്. 1-2 സ്ഥലങ്ങളിലൊക്കെ ഇരുന്നു, മരത്തണലിലൊക്കെ ഇരുന്നു. നല്ല കട്ട വെയിൽ, നല്ല ചൂട് ഉള്ള സമയത്താണ് പോയത്. എന്തായാലും നമ്മളത് അതിൻ്റെ ഏകദേശം അടുത്തെത്തി. ഈ കാണുന്നതാണ് ആ കേവ്. ഇവിടുന്നാണ് അതിൻ്റെ ഉത്ഭവം. എന്തായാലും കുറച്ച് ദൂരം കൂടെ നടക്കാനുണ്ട്. ഏകദേശം അതിനടുത്ത് എത്തിയിരിക്കുകയാണ്. ആ ഉള്ളിൽ എന്താണെന്നോ എങ്ങനെയാണെന്നോ ഒന്നും അറിയില്ല. കുറച്ചുകൂടി വലിഞ്ഞ് കയറണം. ദൂരെ നിന്ന് കാണുമ്പോൾ ഒരു പേടിയൊക്കെ തോന്നി. ഇനി അവിടെ ചെല്ലുമ്പോൾ എന്താവോ, എടുത്തിയാടി ഓടാനൊന്നും പറ്റില്ല. കാലൊന്നും തെറ്റിയാൽ മതി, താഴെ പോവും. അമ്മാതിരി സ്ഥലമാണ് ഇത്. ഓരോരുത്തരൊക്കെ കിടന്നു തുടങ്ങി. എന്തായാലും നമ്മൾ വിടാൻ ഉദ്ദേശിച്ചിരുന്നില്ല. എന്തായാലും അത് കീഴടക്കണം എന്ന ഉദ്ദേശമാണ്. അത് കണ്ടില്ലേ, മുകളിൽ നിന്നുള്ള വ്യൂ ആണ്. നമ്മൾ ഏകദേശം അതിനടുത്തെത്തി എത്തിയിരിക്കുകയാണ് നമ്മൾ. ഇതാണ് ആ കേവ്. അകത്തൊക്കെ കുറച്ച് ഈ പ്രാവിൻ കൂട്ടങ്ങളൊക്കെ താമസിക്കുന്നുണ്ട്. വേറൊന്നും പ്രത്യേകിച്ച് ഇല്ല. വളരെ നല്ല ഒരു വൈബ് സ്ഥലം. വേറൊന്നും കാണാനില്ല. താഴോട്ട് നോക്കുമ്പോൾ ഈ ഒരു വ്യൂ ആണ് കാണുന്നത്. നമ്മൾ കുറച്ച് നേരം എത്തി. നമ്മൾ വലിഞ്ഞ് അവിടെ കയറി. 2 പേര്, നമ്മൾ 2 അവിടെ എത്തി. ഒരു പ്ലേറ്റ് കിട്ടി. ആരൊക്കെയോ പണ്ട് വന്ന് ഫുഡൊക്കെ റെഡിയാക്കി കഴിച്ചതിൻ്റെ ഒരിതാണ് അവിടെ കാണുന്നത്. കുറച്ച് നേരമൊക്കെ അവിടെ നിന്നു, ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ അതൊക്കെ തിരിച്ചിറങ്ങാനുള്ള പരിപാടിയാണ്. നമ്മുടെ ദൗത്യം പൂർത്തിയാക്കി നമ്മൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. എൻജോയ് ചെയ്യാൻ പറ്റിയ, ട്രക്കിംഗ് ആസ്വദിക്കുന്നവർക്ക് വരാൻ പറ്റിയ സ്ഥലം. പറയൂ, എങ്ങനെയുണ്ടായിരുന്നു സാർ എക്സ്പീരിയൻസ്? വളരെ നല്ല എക്സ്പീരിയൻസ് ആയത്. ഈ ഇടയ്ക്കൊന്നും ഇമാതിരി എക്സ്പീരിയൻസ് ഉഗ്രത.
ക്ലൈമറ്റ് ഈസ് വെരി awesome. സാറിന് എന്താ പറയാലോ സാറേ? എല്ലാം പറഞ്ഞു വളരെ നല്ല എക്സ്പീരിയൻസ്. ഇത് ചെറുത്, ഇതിലും വലുത് നമ്മൾ കീഴടക്കും. ഇനി നെക്സ്റ്റ് നമ്മൾ ട്രിപ്പ് ഇതിലും വലുതായിരിക്കും. ഇതുവരെ ഇതൊരു തുടക്കം മാത്രം. അവസാനം ഹിമാചലിൽ കീഴടക്കി ഞാൻ മണ്ണിലേക്ക് ഇനി എവിടെയെങ്കിലും കിടക്കണം. ഇനി എവിടെയെങ്കിലും ഒന്ന് കിടന്നാൽ മതി. ട്രക്കിംഗ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ രക്തത്തിലുള്ളതാണ്. ഇതൊരു വല്ലാത്ത ഫീൽ. ഇത് ചെറുത്, ഇതിനേക്കാളും വലുത് നമ്മൾ കീഴടക്കും. ഇല്ലേ? പിന്നെ അല്ല, ഇങ്ങനെ ഉണ്ടല്ലേ അത് സൂപ്പർ. ഇതുപോലെ ഒരു പാർട്ണർ ഉണ്ടെങ്കിൽ നമുക്ക് എന്തും കീഴടക്കാം. എന്തും കീഴടക്കും. ഇതാണ് നമ്മളെ ഊർജം. മുകളിൽ ഈ കാണുന്നത് പോലെയല്ല, നല്ല നല്ല ഒരു കൂളാണ്, നല്ല വ്യൂ ആണ്. ഒരുപാട് പേര് വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇമാതിരി ഒരു സ്ഥലം കണ്ടുപിടിച്ചത് ആരാണെന്ന് അറിയില്ല, എന്നാലും സൂപ്പർ. ഇവിടെ അധികം ആൾക്കാർ വരുന്നില്ല. ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ട് ആക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇവിടെ മസ്കറ്റിൻ്റെ അടുത്താണിത്. ഒരുപാട് പിന്നെ നോർമൽ വണ്ടിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് 20 കിലോമീറ്റേഴ്സേ ഉള്ളൂ മസ്കറ്റ് സിറ്റിയിൽ നിന്ന്. മസ്കറ്റിലുള്ളവർക്കൊക്കെ വന്ന് വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഇടമാണ്. ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം. പൊളി. ഈ ക്ലൈമറ്റും കൂടെ അതുകൊണ്ട് നമുക്ക് ഇത് അങ്ങോട്ട് ഒരു വാദിയാണ്. ഇതല്ല എൻ്റെ ഇതല്ല, ഇവിടെ നിന്ന് കുറച്ചുകൂടി അകത്തോട്ട് നമുക്ക് പോകാൻ പറ്റും. അത് നമ്മൾ നെക്സ്റ്റ് ട്രിപ്പിന് നമ്മൾ അത് കീഴടക്കും. എക്സ്പ്ലോറിങ് ആയിട്ടുള്ളൊരു സ്ഥലം കിടു.